ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ മനോഹരമായ എന്നാൽ അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഗ്രമാറ്റിക്കൽ റൂളാണ്. ലെറ്റ്സ് ഗോ. അതിനുവേണ്ടി ആദ്യം ഞാൻ 2 സെൻറ്റൻസ് നിങ്ങളുടെ മുമ്പിൽ വെക്കാം. എന്നിട്ട് അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യത്യാസവും പറയുമ്പോൾ എന്തിനാണ് ഞാൻ ഈ 2 സെൻറ്റൻസ് ഇവിടെ പറഞ്ഞത് എന്നുള്ള കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ സെൻറ്റൻസ് ഇതാണ്: ഐ സക്സീഡഡ് ബിക്കോസ് ഓഫ് യു. എന്താ അതിൻ്റെ അർത്ഥം? നിന്റെ കാരണത്താൽ ഞാൻ ജയിച്ചു, എനിക്ക് വിജയം കിട്ടിയത് നിന്റെ കാരണത്താലാണ്. സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. എന്നാൽ ഇതേ സെൻറ്റൻസ് ചെറിയൊരു മാറ്റം വരുത്തി രണ്ടാമതൊരു സെൻറ്റൻസായി ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു ദാറ്റ് ഈസ് സക്സീഡഡ്. ഞാൻ ജയിച്ചതേ നിന്റെ കാരണത്താലാണ്. വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ രണ്ടാമത് പറഞ്ഞ സെൻറ്റൻസ് തുടങ്ങിയത് ഇറ്റ് ഈസ് എന്ന് വെച്ചുകൊണ്ടാണ്. അതിൻ്റെ ശേഷം പറഞ്ഞ സംഗതിക്ക് അതിന് ശേഷം പറഞ്ഞത് ബിക്കോസ് ഓഫ് യു എന്നുള്ളതാണ്. അതിനവിടെ എംഫസിസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു എംഫസിസ് ഒന്നാമത്തെ സെൻറ്റൻസിൽ നിന്നും കിട്ടുകയുമില്ല. ഇതാണ് ആ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ്. ദ ടീച്ചർ എക്സ്പ്ലെയിൻഡ് ദ ഗ്രമാറ്റിക്കൽ പാർട്സ്. ഗ്രാമർ റൂൾസുകളും കാര്യങ്ങളൊക്കെ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. എന്നാൽ എനിക്ക് പറയേണ്ടത് ഈ ഗ്രാമർ റൂളുകളും സ്ട്രക്ചറുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നതേ മറ്റാരും അല്ല, അത് ടീച്ചറാണ് കേട്ടോ എന്നുള്ള ആ സെൻറ്റൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ദ ടീച്ചർ ഹൂ എക്സ്പ്ലെയിൻ ദ ഗ്രമാറ്റിക്കൽ റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ദ പവർ വെൻറ്റ് ഔട്ട്. കറണ്ട് പോയി. ദ പവർ വെൻറ്റ് ഔട്ട്. മിഡ് നൈറ്റിലാണ് കറണ്ട് പോയത് കേട്ടോ എന്നുള്ള അർത്ഥം എനിക്ക് കിട്ടണം. അപ്പം എങ്ങനെ നമുക്ക് പറയാം? ഇറ്റ് ഈസ് ദ മിഡ് നൈറ്റ് ദാറ്റ് ദ പവർ വെൻറ്റ് ഔട്ട്, അല്ലെങ്കിൽ ഇറ്റ് വാസ് ദ മിഡ് നൈറ്റ് ദാറ്റ് ദ പവർ വെൻറ്റ് ഔട്ട്. സാഹചര്യം അനുസരിച്ച് ഇറ്റ് ഈസ് എന്നും ഇറ്റ് വാസ് എന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. ഏതായാലും സ്ട്രെസ്സ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ എംഫസിസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയണമെങ്കിൽ, ഒരു കാര്യത്തിന് എംഫസിസ് ചെയ്തുകൊണ്ട് പറയണമെങ്കിൽ നാം ആ സെൻറ്റൻസ് തുടങ്ങേണ്ടത് ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇറ്റ് വാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, ലാസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മൈ ബ്രദർ ഫിക്സ്ഡ് ദ കമ്പ്യൂട്ടർ. ഈ കമ്പ്യൂട്ടറൊക്കെ കേടുവന്ന് ആകെ അലങ്കോലായി കിടക്കുകയായിരുന്നു. എൻ്റെ ബ്രദർ അത് ശരിയാക്കി എന്നേ ഈ സെൻറ്റൻസിന് അർത്ഥമുള്ളൂ. എന്നാൽ ഈ കമ്പ്യൂട്ടർ ശരിയാക്കിയത് മറ്റാരുമല്ല, അതെൻ്റെ ബ്രദറാണ് കേട്ടോ എന്നെനിക്ക് അർത്ഥം കിട്ടണം. അതിന് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം: ഇറ്റ് ഈസ് മൈ ബ്രദർ ഹൂ ഫിക്സ്ഡ് ദ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ഇറ്റ് വാസ് മൈ ബ്രദർ ഹൂ ഫിക്സ്ഡ് ദ കമ്പ്യൂട്ടർ. ഈ കമ്പ്യൂട്ടർ ശരിയാക്കിയത് വേറെ ആരുമല്ല കേട്ടോ, അതെൻ്റെ ബ്രദർ തന്നെയാണ്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ മൈ ഡിയേഴ്സ്. Hope you enjoyed and you understood the differences between the sentences. Have a nice day.